ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ക്രിസ്പി പോപ്കോൺ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്രിസ്പി പോപ്കോൺ ചിക്കൻ ആക്കാനും അതുപോലെ തന്നെ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ചിക്കൻ ഫില്ലിങ്ങുമാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ പോപ്കോൺ ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ എടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വിനെഗർ, ആവശ്യത്തിന് ഉപ്പ്, അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട കോട്ടിങ് തയ്യാറാക്കാം. അതിനായി ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ടയുടെ വെള്ള ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മുഴുവനായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച കോട്ടിംഗ് നിന്ന് ഒരു ഹാഫ് പോർഷന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഡബിൾ കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ക്രിസ്പി ആകും. ഇതിവിടെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ബാക്കി വന്ന ചിക്കൻ മസാലയിലേക്ക് ഒരൽപ്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. നേരത്തെ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ഡബിൾ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ക്രിസ്പിനെസ് കൂടും. ചിക്കൻ മുഴുവനായി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ചൂടായ ഓയിലിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി പോപ്കോൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നേരത്തെ മാറ്റിവെച്ച ഒരു പോർഷൻ ചിക്കനിലേക്ക് കുരുമുളക് പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട മയോണൈസ് നമുക്ക് തയ്യാറാക്കാം.
അതിനുവേണ്ടി 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയും മറ്റേ മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് അടിച്ചെടുക്കാം. ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ. ഒന്നിച്ച് അടിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അങ്ങനെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. ഇനി ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഞാനൊരു പകുതി ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ കഷ്ണം ക്യാപ്സിക്കാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി കക്കിരി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനേഗർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ബാസ്ക്കറ്റിന് വേണ്ട മാവ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 3 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1-2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കി പരത്തിയെടുക്കണം. ഇനി ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്ത് നേരത്തെ പരത്തി വെച്ചത് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലാസ്സിൽ ഒരല്പം ഓയിൽ തടവി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വിട്ടുവരാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു കത്തി വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഫില്ല് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു ബാസ്ക്കറ്റ് എടുത്ത് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കുക.
ഇതിൻ്റെ മേലെ അല്പം പോപ്കോൺ ചിക്കന് ചേർത്ത് കൊടുക്കാം. ഞാനിതിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരല്പം മയോണൈസും കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ലെയർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി പോപ്കോൺ ചിക്കൻ ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്, നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഈ നോമ്പ് തുറ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ കാണുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.